നീണ്ട കാലത്തെ സർവീസ് ലൈഫിന് ശേഷം ഇത്തരം മേഖലകളെ ജീവിത സബരിയായി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയുണ്ട്. ഇത് പ്രായോഗികമാക്കുന്നവർ ഏറെയില്ലെങ്കിലും. സർവീസ് ലൈഫ് കഴിഞ്ഞുള്ള കാലം സചേതനവും ഹരിതാഭവുമായ ചുറ്റുപാടിൽ കഴിയണം എന്ന തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ വ്യക്തിയാണ് CT കുരുവിള. അങ്കമാലി സ്വദേശിയായ CT കുരുവിള 1995 തിരുവല്ലുവാമലയിൽ ഫാം ആരംഭിക്കുന്നത്. തൃശൂരെ തിരുവല്ലുവാമലയിൽ എത്തിയാൽ ഇദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടം കണ്ടെത്താൻ ബുദ്ധിമുട്ടേണ്ടി വരില്ല. കുരുവിള സാറും ചീനി ഫാമും നാട്ടുകാർക്ക് സുപരിചിതമാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറായി വിരമിച്ച കുരുവിള സാറും പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന മേരി കുരുവിളയും ജീവിത സായാഹ്നം ഈ കൃഷിത്തോട്ടത്തിൽ ഊർജ്ജസ്വലതയോടെ ചെലവിടുകയാണ്. മുപ്പത്തിയെട്ട് ഏക്കറിലായി വ്യാപിച്ചിരിക്കുന്ന കൃഷിത്തോട്ടം ആധുനിക കൃഷിരീതികൾക്കൊപ്പം സംയോജിത കൃഷിയുടെയും സമ്മിശ്ര കൃഷിയുടെയും ഒക്കെ ഉത്തമ മാതൃകയായി മാറിയിരിക്കുന്നു. എൻ്റെ പാരൻസ് കൃഷിക്കാരായിരുന്നു. രണ്ടാമത് ബിസിനസ്, മക്കളൊക്കെ ബിസിനസ് ഉണ്ടെങ്കിലും, ഇവൺ എൻ്റെ പേരിൽ തന്നെയുണ്ട്, ബിസിനസ് ഉണ്ടെങ്കിലും എനിക്കത് താല്പര്യമില്ലാതിരിക്കാൻ കാരണം അതിന് ടെൻഷനാണ്. നമ്മൾ ഈ 55 വയസ്സ് വരെ ജോലി ചെയ്തു, ജോലിയുടെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് റിലാക്സ് ചെയ്ത് നമ്മുടെ മനസ്സും ശരീരവും കുളിർക്കത്തക്ക വിധത്തിൽ യാതൊരു ടെൻഷൻ ഇല്ലാതെ ചെയ്യാവുന്ന ഒരു ജോലിയാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്നൊരു ജോലിയാണ്. വലിയ കായിക അധ്വാനമില്ല, അതേസമയം മനസ്സിന് സന്തോഷമായിരിക്കും, ടൈം പാസ് ഉണ്ടാവും. നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നും, വയസ്സായല്ലോ, എത്രയും വയസ്സായി, ഇപ്പോൾ ഞാൻ തന്നെ 70ആയി, കാലുവേദനയുണ്ടോ, കൈവേദനയുണ്ടോ, പുറംവേദനയുണ്ടോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. ജോലിയുണ്ട്, നമ്മൾക്ക് എൻഗേജ്ഡ് ആണ്, ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ നേരമില്ല. ഇത് 7 മണി മുതൽ, കാലത്ത് 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നമ്മൾ എപ്പോഴും പറമ്പിലും ഇതിനായിട്ട് ഇതിനെ ചുറ്റിക്കറങ്ങി നടക്കുന്നു. നമ്മൾക്ക് ടൈമേ ഇല്ല, യാതൊരുവിധ വറിയില്ല. തെങ്ങ്, റബ്ബർ, ജാതി, കൊക്കോ എന്നിവയാണ് പ്രധാന വൃക്ഷവിളകൾ. തോട്ടത്തിന്റെ അതിരുകളിൽ തേക്ക് വളർത്തുന്നു. ഇവിടുത്തെ തെങ്ങുകൾ നല്ല ആരോഗ്യത്തോടെ വളരുന്നവയാണ്. ഇവയ്ക്കിടയിൽ തോട്ടപ്പയർ ആവരണ വിളയായി വ്യാപകമായി വളർത്തിയിരിക്കുന്നു. തെങ്ങിലെ ചെമ്പൻ ചെല്ലി ഉൾപ്പെടെയുള്ള കീടങ്ങൾക്ക് ജൈവ നിയന്ത്രണ മാർഗം അനുവർത്തിക്കുന്നു. ഇവിടെ കൃഷി ചെയ്യാൻ നേരത്തെ ഞാൻ ഇതിനെപ്പറ്റി വിദഗ്ധരായിട്ട് അന്വേഷിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഏത് ഏരിയയിൽ നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുന്നു ആ ഏരിയയിൽ നല്ല ഈൽഡുള്ള തെങ്ങിൻ്റെ വിത്തെടുക്കാനാണ് പറയുന്നത്. കാരണം പ്രതിരോധ ശക്തി അതിനുണ്ടാവും. ആ ഏരിയയിൽ പ്രതിരോധ ശക്തി ഉള്ള തെങ്ങും നല്ല ഈൽഡുള്ള തെങ്ങിൻ്റെ വിത്ത് തേങ്ങയെടുത്താൽ പാകി മുളപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതനുസരിച്ച് ഈ തിരുവല്ലാമലയിൽ വേറെ 1-2 തോട്ടങ്ങൾ പോയി നോക്കി. ഏറ്റവും ഈൽഡുള്ള തെങ്ങുകൾ മാർക്ക് ചെയ്ത്, അവരുടെ അനുഭവത്തോടുകൂടി മാർക്ക് ചെയ്ത് അതിൻ്റെ തേങ്ങ കെട്ടിയിറക്കി സ്വന്തമായിട്ട് നഴ്സറി ഉണ്ടാക്കി ഞാൻ തന്നെ അതിൽ നല്ല തൈ തിരഞ്ഞെടുത്ത് പ്ലാന്റ് ചെയ്തതാണ്. അതിൻ്റെ പ്രയോജനം ശരിക്കും കാണുന്നുണ്ട്. 4-ാം വർഷം ഇപ്പോൾ ഞാൻ ഈ പിടിച്ചിരിക്കുന്ന തെങ്ങ് 4 വർഷമായിട്ടുള്ളൂ. 4 വർഷമായിട്ടുള്ളതിൽ ഒരു 20% തെങ്ങും ചൊട്ടയിട്ട് കഴിഞ്ഞു. കടയ്ക്ക് വണ്ണവും പട്ടമുഴുപ്പും ഒക്കെ ഉണ്ട്. തോട്ടപ്പയർ തെങ്ങിൻ്റെ ഇടയിലിട്ട് കഴിഞ്ഞാൽ, തെങ്ങിൻ്റെ ഇടയിൽ നിന്നല്ല, ഏത് നാണ്യവിളയുടെ ഇടയ്ക്കായാലും ഇത് ആവരണ വിളയാണ്. അത് കവർ ചെയ്ത് കിടക്കുമ്പോൾ മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടും. ഒന്നാമത് നൈട്രജനാണ് ഇതിൽ നിന്നുണ്ടാക്കുന്നത്. ഇഷ്ടംപോലെ നൈട്രജൻ അതിനകത്തുണ്ടാവും നാച്ചുറലായിട്ട്. അതിൻ്റെ ഇല വീണ് ചീഞ്ഞ് ആ മണ്ണിൽ ചേർന്ന് കഴിയുമ്പോൾ നൈട്രജൻ ഉണ്ടാവും. പിന്നെ വേനൽക്കാലത്ത് ഇത് ആ പറമ്പിൽ തണുപ്പ് എപ്പോഴും നിലനിർത്തും. ഉദാഹരണത്തിന് ഈ ഏരിയയിൽ ഇതേപോലെ പച്ചപ്പുള്ളൊരു പറമ്പ്, അടുത്ത ഏരിയയിൽ എൻ്റെ അറിവിൽ ഇതേപോലെ പച്ചപ്പുള്ളൊരു പറമ്പ് കുറവാണ്. കാരണം ഈ പയറുള്ളിടമാണെങ്കിൽ നല്ല പച്ചപ്പുണ്ടാവും.
അത് മണ്ണിൻ്റെ നനവ് നിലനിർത്തും, വൃക്ഷങ്ങൾക്കും എല്ലാത്തിനും നല്ലതാണ്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പയർ നിവൃത്തിയുണ്ടെങ്കിൽ തോട്ടപ്പയറിടുക. ആ മരങ്ങളുടെ കടയ്ക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. എന്നും പുല്ലെടുക്കുന്ന ഒരു ജോലി വേണ്ട. ജാതി കൃഷിക്ക് ഏറെ പ്രചാരമില്ലാത്ത പ്രദേശമാണ് തിരുവല്ലുവാമല. വേണ്ടത്ര തണൽ ലഭിക്കാതെ വന്നാൽ ജാതി കൃഷി മെച്ചപ്പെടുകയുമില്ല. ഇത് തരണം ചെയ്യാൻ കുരുവിള സാർ സ്വന്തമായി ഒരു മാർഗം കണ്ടെത്തി അനുവർത്തിക്കുന്നു. ഞാനിവിടെ വന്നപ്പോൾ പലരും പറഞ്ഞു ഇവിടെ ജാതി ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതാണ്. എന്നാലും ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറച്ച് ജാതി തൈ കൊണ്ടുവന്ന് നട്ടു. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ജാതി വളരാനായിട്ട് ഷെയ്ഡ് വേണം. ഒരു 30% ഷെയ്ഡിലാണ് ഇത് വളരുന്നത്. പക്ഷേ ഇവിടെ ഷെയ്ഡില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ഷെയ്ഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. കുറച്ച് തെങ്ങ് വെച്ചു, അതിൻ്റെ ഒപ്പം തന്നെ ജാതി വെച്ചിട്ട് അതിൻ്റെ 4 ചുറ്റും വാഴ വെച്ച്, മൊത്തം വാഴ വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ ഒരു കൂൾ അറ്റ്മോസ്ഫിയറായി. ജാതിക്ക് നല്ല വിളവുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് ഭാരതപ്പുഴയുടെ തീരം ആയതുകൊണ്ട് അതിൻ്റെ ഒരു മണൽക്കൂട്ട് മണ്ണായതുകൊണ്ട് നല്ല നീർവാർച്ചയുണ്ട്. നല്ല വിളവ് ഇവിടെ കിട്ടും. 4 ഏക്കറിൽ ഒറ്റഞ്ഞാർ നെൽകൃഷിയും കുരുവിള സാറിനുണ്ട്. ഒറ്റഞ്ഞാർ കൃഷിരീതി വളരെ മെച്ചമാണെന്നാണ് ഇദ്ദേഹത്തിന്റെ അനുഭവം. കുറഞ്ഞ തോതിൽ വിത്ത് ഉപയോഗിച്ചും യന്ത്രങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിയും മികച്ച വിളവ് തന്നെ കൊയ്തെടുക്കാനാകുന്നുമുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കഴിയുന്നത്ര നമ്മൾ മെഷീന് ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് തന്നെ ടില്ലറുണ്ട്, വീഡ് കട്ടറുണ്ട്, സ്പ്രെയറുണ്ട്, മോട്ടർ വെച്ചിട്ടുള്ള സ്പ്രെയറുണ്ട്. അതേപോലെ എല്ലാം കഴിയുന്നത്ര എല്ലാം ആധുനികമായിട്ടുള്ള മെഷീനറി ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ലേബർ കുറയ്ക്കാൻ പറ്റും, ഔട്ട്പുട്ടും കൂടുതൽ കിട്ടും. ഇനീഷ്യലായിട്ട് അല്പം കോസ്റ്റുണ്ട് എങ്കിൽ തന്നെയും കുറച്ച് ഏരിയ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ചേനി ഫാമിൽ വാഴ കൃഷി വ്യാപകമായി ചെയ്തിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചർ വാഴകളാണ് ഇതിൽ മുഴുവനും. വളരെ ശാസ്ത്രീയമായ ഇടയകലം പാലിച്ച് ഇടവിളകൾക്ക് പരമാവധി സൗകര്യമൊരുക്കിയാണ് കുരുവിള സാറിന്റെ വാഴ കൃഷി. വലിയ തോട്ടത്തിൽ തൊഴിലാളികളുടെ സഹായത്താൽ നനയ്ക്കുക ദുഷ്കരമാണ്. തുള്ളി നന അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ നൽകിയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്. ഡ്രിപ്പ് വളരെ ഫലപ്രദമാണ്. കൃഷിയുടെ കാര്യത്തിൽ വാട്ടർ മാനേജ്മെൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വെള്ളം നശിപ്പിക്കാതെ അതേസമയം ആവശ്യത്തിന് വേണം താനും. കണ്ടമാതിരി വെള്ളം ഇങ്ങനെ ചാല് കീറി ഒരുപാട് വെള്ളം കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദോഷമാണ്. ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകൾക്ക് അത് അബ്സോർവ് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള വെറുതെ മണ്ണിൽ പോകും. അപ്പോൾ വെള്ളം കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നതിന് ഡ്രിപ്പാണ് ഏറ്റവും ബെസ്റ്റ് വേ. ഡ്രിപ്പ് തന്നെ 2 തരമുണ്ട്. ഇന്നർ ലൈനുണ്ട്, പിന്നെ ഔട്ടർ ലൈൻ ഡ്രിപ്പറുണ്ട്. ഇപ്പോൾ ഞാൻ 2 ഇട്ടിട്ടുണ്ട്. തെങ്ങ് അല്ലെങ്കിൽ ജാതി അതിനൊക്കെ ഔട്ടർ ലൈനാണ്, അതിന് കൂടുതൽ ഇത് വേണം. ഇന്നർ ലൈനാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലായിരിക്കും അതിൻ്റെ ട്രിപ്പർ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതെല്ലാം 1/2 മീറ്റർ ട്രിപ്പറാണ്. അതിപ്പോൾ നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തടത്ത് എല്ലാം വെള്ളം വന്നുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതോടൊപ്പം തന്നെ ഇന്നർ ലൈൻ ട്രിപ്പറാണെങ്കിൽ നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. വിജിലൻ്റ് ആയിരിക്കണം, നമ്മൾ വളരെ ശ്രദ്ധ ഉണ്ടായിരിക്കണം ആ ഇന്നർ ലൈൻ ട്രിപ്പറിൽ. കാരണം ഒരു വിധത്തിലുള്ള കരടും പോകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഫിൽട്ടർ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. മറ്റേതും ഫിൽട്ടർ വേണം, എന്നാൽ തന്നെ അത് ചോക്കായി കഴിഞ്ഞാൽ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് അഴിച്ച് ക്ലീൻ ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. ഇത് വാഴയ്ക്കൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇന്നർ ലൈനാണ്. അതേസമയം തെങ്ങ് ജാതി കൊക്കോയ്ക്കൊക്കെ കൊടുത്തിരിക്കുന്നത് എവിടെ ആവശ്യമുണ്ടോ അവിടെ തുളത്തിട്ട് ട്രിപ്പർ കൊടുത്തിരിക്കും. വെള്ളത്തോടൊപ്പം ദ്രവ രാസവളങ്ങളുടെ രൂപത്തിൽ പോഷകങ്ങളും വിളകളുടെ വേരുപടലത്തിലെത്തിക്കുന്നു. ഫെർട്ടിഗേഷൻ എന്ന ഈ രീതി
വിളകളുടെ വളർച്ചയും വിളവും മെച്ചപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ ഒരു കൊട്ടത്താപ്പ് അനുസരിച്ച് ഒരു കമ്മതി അനുസരിച്ച് കുറേ ചാണോട്ടു കുറേ രാസവളമിട്ടു. അതല്ല. ആദ്യം തന്നെ മണ്ണ് പരിശോധിച്ചു. സാധാരണ പരിശോധിക്കുന്നല്ല, അടുത്ത് അതിൻ്റെ pH വാല്യൂ കിട്ടുള്ളൂ. ഇത് തൃശ്ശൂർ റേഡിയൻ ലാബുണ്ട്. അവിടെ പോയി കഴിയുമ്പോൾ അതിൻ്റെ മൂലകങ്ങൾ കുറച്ച് എക്സ്പെൻസീവാണ്. ഒരു സാമ്പിളിന് 400 രൂപ കൊടുക്കണം. എന്നാൽ തന്നെ അതിൻ്റെ മൂലകങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് കൃഷി ഓഫീസറുടെ സഹായത്തോടെ ഏത് മൂലകങ്ങളാണ് കുറവ്, ആ മൂലകങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനുള്ള വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ മിക്കവാറും ഇതാണ് വെള്ളത്തിൽ അലിയുന്ന വളങ്ങൾ, ലിക്വിഡായിട്ടുമുണ്ട് പൊടിയായിട്ടുമുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വെഞ്ചർ യൂണിറ്റ്, അത് ഇപ്പോൾ നമ്മുടെ കൃഷിക്കാർ, ഞാൻ പറഞ്ഞാൽ വളരെ നല്ലതാണ്. അത് കൃഷിക്കാർ ഡ്രിപ്പ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് ലേബർ കുറയും. നമ്മൾക്ക് ആവശ്യമുള്ള വളം ആവശ്യമുള്ള അളവിൽ ഇത് കൊടുക്കാൻ പറ്റും.